ജയ് ശ്രീറാം. എല്ലാ ഭക്തജനങ്ങൾക്കും സ്വാഗതം. അടിയൻ്റെ വിനീതമായ നമസ്കാരം. നമുക്ക് ഇന്നത്തെ സത്സംഗത്തിലേക്ക് കിടക്കാം. ഇന്നലെ നമ്മൾ വളരെ വിഷമുണ്ടാക്കുന്ന ഒരു രംഗമാണ് ചർച്ച ചെയ്തത്. ഭഗവാൻ സീതാദേവിയോടൊത്ത് കാട്ടിലേക്ക് പോവുകയാണ്. ദുഷ്ടയായ കൈകേയി ദേവി ഒരു ദയം ദാക്ഷിണ്യമില്ലാതെ സീതാദേവിക്ക് മരോരി കൊടുക്കുകയാണ് ധരിക്കാനായിട്ട്. അത് കണ്ടിട്ട് എല്ലാവർക്കും വിഷമമായി. പക്ഷെ കൈകേയിക്ക് ഒരു മാറ്റവും ഇല്ലായിരുന്നു, അല്ലേ? അതാണ് നമ്മൾ ഇന്നലെ ചർച്ച ചെയ്യുന്നത്. ഇന്ന് അതിനെ തുടർന്ന് എന്താണ് സംഭവിക്കുന്നത് നമുക്ക് നോക്കാം. പിന്നെ രഥത്തിൽ കയറി ഭഗവാനും സീതാദേവിയും ലക്ഷ്മണസ്വാമിയും അതിവേഗതയിൽ മുന്നോട്ട് പോവുകയാണ്. ജനങ്ങളെല്ലാം പുറകെ ഓടുകയാണ്. അവരെല്ലാം സുമന്ത്രനോട് രഥം മെല്ലെ മുന്നോട്ട് നീക്കാൻ പറയുകയാണ്. പക്ഷേ ഭഗവാൻ പറയുകയാണ്, എത്രയും പെട്ടെന്ന് മുന്നോട്ട് പോകും, എത്രയും പെട്ടെന്ന് മുന്നോട്ട് പോകുമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ ഒരു വിഷമം ഉണ്ടാക്കുന്ന ഒരു രംഗമായിരുന്നു നമ്മൾ ഇന്നലെ ചർച്ച ചെയ്തു. കാരണം ഭഗവാന് ദശരഥ മഹാരാജവും പുറകെ ഓടുന്നു, കൗശല്യാദേവിയും പുറകെ ഓടുന്നു. അന്നേരം സുമന്ത്രൻ എന്താ ചെയ്യേണ്ടതെന്ന് അറിഞ്ഞുകൂടായിരുന്നു. സുമന്ത്രൻ ഒരുപാട് വിഷമമായിട്ടിരിക്കുകയാണ്. പക്ഷേ ഭഗവാൻ എന്തുമാത്രം വിഷമമായിരിക്കണം, അല്ലേ? ഭഗവാൻ തിരിഞ്ഞു നോക്കിയപ്പം സാധാരണ ജനങ്ങളുടെ കൂട്ടത്തിൽ അച്ഛനും അമ്മയും ഓടുന്നതായിട്ട് കാണുകയാണ്. അപ്പം ഭഗവാന്റെ ഹൃദയം എന്തുമാത്രം വേദനിച്ചാണ്. അപ്പോൾ ഭഗവാൻ സുമന്ത്രനോട് പറയും, ഈ ഒരു വിഷമം ഉണ്ടാക്കുന്ന ഈ സാഹചര്യം അധികം നീട്ടേണ്ട, എത്രയും പെട്ടെന്ന് രഥം അതിവേഗതയിൽ മുന്നോട്ട് കൊണ്ടുപോകും. അതാണ് നമ്മൾ കണ്ടത്. ദശരഥ മഹാരാജ ബോധം കെട്ട് വീഴുകയാണ്. അപ്പോൾ കൈകേയി ദേവിയും കൗശല്യാദേവിയും ദശരഥ മഹാരാജാവിനെ പിടിച്ചുയർത്തെഴുന്നേൽപ്പിക്കാൻ നോക്കുകയാണ്. അപ്പോൾ കൈകേയി കണ്ടുടൻ തന്നെ ദശരഥ മഹാരാജാവ് പറയുകയാണ്, നീ എന്നെ തുടർന്ന് നീ മാറിയിരിക്കണം, നീയായിട്ട് എനിക്കൊരു ബന്ധമില്ല എന്ന് പറയുകയാണ്. നോക്കാം അതിനെ തുടർന്ന് എന്തൊക്കെയാണ് സംഭവിച്ചത് നമുക്ക് നോക്കാം. ഓം നമോ ഭഗവതേ വാസുദേവായ, ഓം നമോ ഭഗവതേ വാസുദേവായ, ഓം നമോ ഭഗവതേ വാസുദേവായ. നാരായണം നമസ്കൃത്യം നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേത്. നഷ്ടപ്രായേഷു അഭദ്രേഷു നിത്യം ഭാഗവത സേവയാ ഭഗവതി ഉത്തമശ്ലോകേ ഭക്തിർഭവതി നൈഷ്ഠികി. കൃഷ്ണായ വാസുദേവായ ദേവകീ നന്ദനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമോ. അജ്ഞാനതിമിരന്തസ്യ ജ്ഞാനാഞ്ജനശലാകായ ചക്ഷുരുന്മിലിതം യേന തസ്മൈ ശ്രീഗുരവേ നമഃ. ശ്രീചൈതന്യമനോഭീഷ്ടം സ്ഥാപിതം യേന ഭൂതലേ സ്വയം രൂപകഥാ മഹ്യം ദദാതി സ്വപദാം ദേഹം ശ്രീഗുരോം ശ്രീയുതാപദകമനം ശ്രീഗുരോം വൈഷ്ണവാംശ്ച ശ്രീരൂപം സാഗ്രജാതം സജ്ഞനാഥാം വിദം സജീവം സാദ്വൈതം സാവധൂതം പരിജനസഹിതം കൃഷ്ണചൈതന്യദേവം ശ്രീരാധാ കൃഷ്ണപാദാം സജ്ഞലളിതാ ശ്രീവിശാഖാവതം നമോ വിഷ്ണുപാദായ കൃഷ്ണപൃഷ്ഠായ ഭൂതലേ ശ്രീമതേ ജയപതാക സ്വാമിനിധി നാമ ആചാര്യപാദായ നിതായ കൃപപ്രദായിനി ഗൗരകഥാം. ഓം വിഷ്ണുപാദായ കൃഷ്ണപൃഷ്ഠായ ഭൂതലേ ശ്രീമതേ ഭക്തിവേദാന്ത സ്വാമിനിധി നാമ. നമസ്തേ സരസ്വതി ദേവി ഗൗരവാണി പ്രചാരിണേ നിർവിശേഷ ശൂന്യവാദി പാശ്ചാത്യദേശധാരണ. നമോ വിഷ്ണുപാദായ കൃഷ്ണപൃഷ്ഠായ ഭൂതലേ ശ്രീമതേ ഭക്തിസിദ്ധാന്ത സരസ്വതി നാമ. ശ്രീവാശവാനവീ ദേവി ദേതായ കൃപാബ്ധേ കൃഷ്ണ സംബന്ധ വിജ്ഞാനതായ മാധുര്യോജ്വല പ്രേമാഢ്യ ശ്രീരൂപാനുഗ ഭക്തിദാ ശ്രീഗൗരകരുണാശക്തി വിലായ നമസ്തേ ഗൗരവാണി ശ്രീമൂർത്തി ദീനധാരിണേ രൂപാനുഗ വൃതാവസിദ്ധാന്തോദായ. നമോ ഗൗരകിശോരായ സാക്ഷാത് വൈരാഗ്യമൂർത്തേ വിക്രംബരസാംബവേ പരാംബുജായ. നമോ ഭക്തിവിനോദായ സച്ചിദാനന്ദനാഥിനേ ഗൗരശക്തി സ്വരൂപായ രൂപാനുഗരായ ഗൗരാവിർഭാവഭൂമിസ്ഥം നിർദ്ദിഷ്ട സജ്ജനപ്രിയ വിഷ്ണുചരശ്രീജഗന്നാഥ. നമോ മഹാവദന്യായ കൃഷ്ണപ്രേമപ്രദായ കൃഷ്ണായ കൃഷ്ണചൈതന്യനാമനേ ഗൗരസേന പഞ്ചതത്വാത്മകം കൃഷ്ണം ഭക്തരൂപസ്വരൂപകം ഭക്താവതാരം ഭക്താഖ്യം നമാമി ഭക്തശക്തിം. വഞ്ചാകൽപതരുഭ്യശ്ച കൃപാ സിന്ധുഭ്യേവ ച പതിതാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ. ഹേ കൃഷ്ണ കരുണാ സിന്ധോ ദീനബന്ധോ ജഗത്പതേ ഗോപേശ ഗോപികാന്ത രാധാ രാധാ. ജയദാം സർവോപം ഗൗരമഗമണ്ഡാധിപതിമുത്സവരാധാമതനമോ ദിവ്യതുരന്താരണ്യകർപ്പദ്രമദ ശ്രീമദ് രത്നാകാര സിംഹാസനസ്തു ശ്രീമദ് രാധാ ശീലഗോവിന്ദദേവം പ്रेष्ठागपे सेव्यमानो स्मरामि.
श्रीमद्रासरसारम्भीवं श्रीवरत्तटस्थिताकर्षन् वेणुस्वयं गोपीं गोपीनाथश्रीस्तन तप्तकाञ्चन गौराङ्गी राधे वृन्दावनेश्वरी वृषभानुसुते देवी प्रणमामि हरिप्रिये प्रणमामि हरिप्रिये प्रणमामि हरिप्रिये प्रणमामि हरिप्रिये। जय श्री कृष्ण चैतन्य प्रभु नित्यानंद श्री अद्वैत गदाधर श्रीवासदि गौरभक्तवृंद। जय श्री कृष्ण चैतन्य प्रभु नित्यानंद श्री अद्वैत गदाधर श्रीवासदि गौरभक्तवृंद। जय श्री कृष्ण चैतन्य प्रभु नित्यानंद श्री अद्वैत गदाधर श्रीवासदि गौरभक्तवृंद। हरे कृष्ण 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 हरे 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 राम 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 हरे हरे कृष्ण 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 हरे हरे राम राम हरे हरे कृष्ण 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 हरे हरे राम राम हरे। मूकं करोति वाचालं भङ्गं लङ्घयते गिरिं यत्कृपातमहं वन्दे श्रीगुरुं दीनतारिणं परमानन्दमाधवं श्रीचैतन्येश्वरं। हरि ओം തത്സത്. നമുക്ക് ചർച്ച തുടരാം. ആദ്യം ഭഗവാന്റെ ഒരു കീർത്തനം നമുക്ക് കേൾക്കാം. അതിനു മുമ്പേ എല്ലാവർക്കും ഒരു സന്തോഷ വാർത്ത. നരസിംഹസ്വാമിയുടെ സിനിമ ഇറങ്ങിയിരിക്കുകയാണ്. വർഷങ്ങൾക്ക് ശേഷം അടിയൻ തിയേറ്ററിൽ പോയത് കാണുകയാണ്. എല്ലാവരും കാണാൻ ശ്രമിക്കുക. ബുക്ക് മൈ ഷോ എന്ന് പറയുന്ന ആപ്പിലൂടെ അത് ബുക്ക് ചെയ്യാൻ പറ്റും. നാളത്തെ ദിവസമാണ് സിനിമ ഇറങ്ങുന്നത്. ഇങ്ങനെയുള്ള സിനിമകളെ നമ്മൾ പ്രൊമോട്ട് ചെയ്യണം. കാരണം അനാവശ്യമായിട്ടുള്ള സിനിമകളൊക്കെയാണ് തിയേറ്ററിൽ വരുന്നത്. അന്നേരം ഭഗവാനെക്കുറിച്ചും ഭക്തരെക്കുറിച്ചും പറയുന്ന ആ സിനിമ വളരെ നല്ലതാണ്. എല്ലാവരും പോയി കാണണമെന്ന് അപേക്ഷിക്കുകയാണ്. നാളത്തെ ദിവസം ലോഞ്ച് ചെയ്യുകയാണ്. അന്നേരം ഗുരുവായൂരിൻ്റെ അടുത്ത തിയേറ്ററിലൊന്നും വന്നിട്ടില്ല. ഇവിടെ ശോഭ സിറ്റി മോളിലുള്ള തിയേറ്ററിലാണ്. പക്ഷേ നേരത്തെ ബുക്ക് ചെയ്യണം. അതേപോലെ നിങ്ങളുടെ ബുക്ക് മൈ ഷോയിൽ നിങ്ങളുടെ അടുത്ത് എവിടെയാണോ ആ സിനിമയുള്ളത് അത് നിങ്ങൾ നോക്കുക. എന്നിട്ട് ടിക്കറ്റ് ബുക്ക് ചെയ്യുക കേട്ടോ. ഹരേ കൃഷ്ണ. അപ്പോൾ ആ സിനിമയുടെ ഒരു പുതിയ ട്രെയിലർ ഇറങ്ങിയിട്ടുണ്ട്. അതെല്ലാവരും ഒന്ന് കാണുക കേട്ടോ. നോക്കാം. सारे नष्ट हुए दुष्ट जन सिंह की ये गर्जना से भस्म हुए दुर्द सब धड़ से होगा सर अलग टुकड़े होंगे अतड़ियों के हरी हुए उग्र हरी हुए रुद्र। गया है जंग एक धनी अस्त्र शस्त्र दंत नख है पौह अब तनी चल पड़े तो मर गए जितने भी असुर थे यहाँ बह रही धरा पे लाल रक्त की नदी 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 नदी
കൊള്ളാം അല്ലേ? എങ്ങനെയുണ്ട്? കമൻസിലിടും. ഒരെണ്ണം കൂടെ ഉണ്ട്, നമുക്ക് ഇതും കൂടെ കാണാം. यदि रक्षणं न करिष्यसि भक्तजनं कथं पुनः जागरिष्यसि प्रभो त्वं विना लोकः कम्पते त्वामिना भक्तानाम् अस्तित्वं विहन्यते त्वं प्रकटीभूय कृपा गुरुदेव नरसिंह भव दैत्यं जहि प्रभो प्रभो त्वमिव लोकः कम्पते त्वामिना भक्तानाम् अस्तित्वं विहन्यते त्वं प्रकटीभूय कृपा गुरुदेव नरसिंह भव दैत्यं जहि प्रभो नरसिंह भव दैत्यं जहि प्रभो നമ്മൾ ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ട്. നാളെ തിയേറ്ററിൽ ചെന്ന് കാണുമ്പോൾ ഭ്രാന്ത് പിടിക്കുന്നത്. മറ്റു വ്യക്തികളെ സംബന്ധിച്ചോളം അദ്ദേഹം ഒരു സാങ്കല്പിക കഥാപാത്രമായിരിക്കും. പക്ഷേ നമ്മളെല്ലാം ജപിക്കുന്ന ഭക്തരായതുകൊണ്ട് ഒറിജിനലി നടന്നതാണ്. അദ്ദേഹം ജീവനുള്ളൊരു വ്യക്തിയാണെന്ന് നമുക്കറിയാമല്ലോ അല്ലേ? അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കൂ, ആദ്യം മുതലേ പ്രഹ്ലാദനെ എല്ലാം ഇങ്ങനെ ടോർച്ചർ ചെയ്ത് എന്നെ ആകുമ്പോഴത്തേക്ക് ഭഗവാൻ വരുമ്പോൾ ഹരേ കൃഷ്ണ. ഭാഗ്യത്തിന് ഒരുപാട് ഭക്തർ കാണത്തില്ല കാണാൻ, ബാക്കി പുറത്തുള്ള ആൾക്കാരായിരിക്കും. പക്ഷെ അവർക്കും ഒരു ഉള്ളിലൊരു രോമാഞ്ചം തോന്നും. പക്ഷെ തിയേറ്റർ മൊത്തം ഭക്തരാണ്, തിയേറ്റർ സ്ക്രീനെല്ലാം വലിച്ചു കയറും. കാരണം ഭഗവാനും ഭക്തരെന്ന് പറഞ്ഞൊരു വികാരമാണല്ലോ. എന്നാൽ ഇതിൽ വളരെ മനോഹരമായിട്ട് കാണിച്ചിരിക്കുന്നു. ഇത് സാക്ഷാൽ നരസിംഹസ്വാമി അവതരിക്കുന്ന പോലെ തോന്നുകയാണ്. കാരണം എപ്പോഴൊക്കെ അധർമ്മം ശക്തമാകുന്നു ഭഗവാൻ അവതരിക്കുന്നു പറയുന്നത് ചിലപ്പോൾ സിനിമയിലൂടെ വരെ ഭഗവാൻ അവതരിക്കും. കാരണം ഭഗവാൻ, ഇത് ഞാൻ പറയുമ്പോൾ എല്ലാവർക്കും ഒരു തള്ളായിട്ട് തോന്നും, പക്ഷേ ഒരു വ്യക്തിയുടെ ഉള്ളിൽ പരമാത്മാവായിട്ടിരിക്കുന്ന, എല്ലാ വ്യക്തികളുടെ ഉള്ളിൽ പരമാത്മാവായിട്ടിരിക്കുന്ന ഭഗവാനാണ് എല്ലാവർക്കും പ്രചോദനം കൊടുക്കുന്നത്. അതുകൊണ്ട് സിനിമകൾ എത്രയോ നശിച്ച സിനിമകൾ വന്നുകൊണ്ടിരിക്കുന്നു, അധപ്പതിച്ച സിനിമകൾ. അതിൻ്റെ ഇടയിൽ ഒരു യുഗത്തിന് വേണ്ടി ഒരു സിനിമ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. എന്നെന്നും ആൾക്കാർക്ക് ഭഗവാനെ ഓർക്കാനും പ്രഹ്ലാദിൻ്റെ ആ ഭക്തി ഓർക്കാനും ഒരു സിനിമ. സത്യം വെറുതെ പറയല്ല. ഞാൻ കുട്ടിക്കാലം മുതൽ ഒരുപാട് സിനിമ കണ്ടിട്ടുണ്ട്, ഹൃദയത്തിൽ തട്ടിയ ഒരുപാട് സിനിമകളുണ്ട് ഭഗവാനായിട്ട് ബന്ധപ്പെട്ടതും. പക്ഷെ ഇത്രയും ടച്ചിങ് ആയിട്ടൊരു സിനിമ, ആ ട്രെയിലറിൽ തന്നെ ഇത്ര എഫക്റ്റ് ആണെങ്കിൽ പിന്നെ ഒന്നും പറയണ്ട അല്ലേ? നേരിട്ട് എന്തായിരിക്കും പറഞ്ഞുകൂടാ. അതുകൊണ്ടാണ് ഞാൻ ഇത്രയും ഭക്തരോട് അഭ്യർത്ഥിക്കുന്നത്, മിസ് ചെയ്യരുത്. വലിയൊരു എക്സ്പീരിയൻസ്. നമ്മുടെ ഉള്ളിൽ ആ വിശ്വാസത്തെ, നാമജപത്തിൽ നമുക്ക് എത്ര വിശ്വാസം ഉണ്ടാവണം. നമ്മുടെ നാമം കേൾക്കാൻ ഒരാളുണ്ട്, അദ്ദേഹം നമ്മളെ സംരക്ഷിക്കാനായിട്ട് എപ്പോഴും സന്നദ്ധനായിട്ട് നിൽക്കുകയാണ്. അതിൻ്റെയൊക്കെ ഒരു ഇതാണ്. അത് ഈ വരികളും മനോഹരമാണ്. ഇപ്പോൾ ഇന്നലെ ഇറങ്ങിയ പാട്ടായത്. ഇവിടെ ആ വരികളുടെ അർത്ഥം ഞാൻ ഒന്നും കൂടി ഇടുന്നുണ്ട്. വരികളുടെ അർത്ഥം, അങ്ങില്ലാതെ ലോകം മുഴുവൻ വിറച്ചുകൊണ്ടിരിക്കുകയാണ് ഭഗവാനെ. അങ്ങില്ലാതെ ത്വം വിന ലോകാകം കമ്പേതി എന്നുള്ള രീതിയിൽ. അന്നേരം ലോകം മുഴുവൻ ഇങ്ങനെ വിറച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങയുടെ ഭക്തരെല്ലാം അവരുടെ അസ്തിത്വം നശിച്ചുകൊണ്ടിരിക്കുക. അവിടെ കണ്ടില്ലേ ഒരു തിലകിട്ട ഒരു ഭക്തൻ മരിച്ചു കിടക്കുന്ന കണ്ടില്ലേ? അത്ര ഇതുവരെ സീന്. അതിൻ്റെ ഇടയിൽ പ്രഹ്ലാദനെ ഇങ്ങനെ പല രീതിയിലും ടോർച്ചർ ചെയ്യുന്നതായിട്ട് കാണിക്കുകയാണ്. വെള്ളത്തിൻ്റെ അടിയിൽ മുക്കുന്നു, തീയിൽ കത്തിക്കുന്നു അല്ലേ?
അങ്ങയില്ലെങ്കിൽ അങ്ങ് 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 പുറത്തു വരൂ, അങ്ങ് ദർശനം നൽകൂ എന്നാണ് എൻ്റെ വരികളുടെ അർത്ഥം. ഒന്നുകൂടെ നമുക്ക് കാണാം. शून्यं प्रतीक्षते तव आविर्भावम् त्वं यदि रक्षणं न करिष्यसि भक्तजनं कथं पुनः जागरिष्यसि प्रभो त्वां विना लोकः कम्पते त्वां विना भक्तानाम् अस्तित्वं विहन्यते त्वं प्रकटीभूय कृपां कुरु देव नरसिंह भव दैत्यं जहि प्रभो प्रभो त्वमिव लोकः कम्पते त्वां विना भक्तानाम् अस्तित्वं विहन्यते त्वं प्रकटीभूय कृपां कुरु देव नरसिंह भव दैत्यं जहि प्रभो नरसिंह भव दैत्यं जहि प्रभो സൂപ്പർ അല്ലേ? എൻ്റെ ട്രെയിലറും കൂടെ ഒന്ന് നോക്കിയാലോ? ഓം ബ്രഹ്മദേവായ നമഃ. നീ മഹാശക്തിശാലിയാണെന്നുള്ളതിൽ എനിക്ക് സംശയമില്ല. സഹോദരന്റെ മൃത്യുവിന് കാരണമായവൻ ഇപ്പോഴും ജീവിച്ചിരിക്കുന്നു. അവന് നിനക്ക് പരാജയപ്പെടുത്തണമെങ്കിൽ ബ്രഹ്മദേവനെ തപസ് ചെയ്യൂ. ബ്രഹ്മദേവായ നമഃ. കണ്ണു തുറക്കൂ. ഹിരണ്യകശിപു, പറയൂ, നീ ആഗ്രഹിക്കുന്ന വരം എന്താണ്? സർവം. അല്ലയോ ബ്രഹ്മദേവ, ഈ ചരാചരത്തിൽ താങ്കളുടെ സൃഷ്ടിയിലെ ഒന്നിൽ നിന്നും എനിക്ക് മൃത്യു സംഭവിക്കില്ലെന്നുള്ള വരം നൽകണം. പകൽ സമയത്തിലോ രാത്രിയിലോ എന്റെ വസതിയുടെ അകത്തു വച്ചോ അല്ലെങ്കിൽ പുറത്തു വച്ചോ, ആയുധം കൊണ്ടോ തന്ത്രം കൊണ്ടോ ഇവനുള്ളവയിൽ ദുർജീവമായവയിൽ നിന്നോ എവിടെയാണോ അന്ധകാരം പൂർണ്ണമായി നിലകൊള്ളുന്നത് അവിടെ പുതിയൊരു വെളിച്ചം പിറവിയെടുക്കും. പ്രഹ്ലാദ, മാതേ, ഞാനെപ്പോഴും ഒരു നാമത്തിലാണ് വിശ്വസിക്കുന്നത്. അതിൽ എന്നെ തന്നെ പൂർണ്ണമായി സമർപ്പിക്കുന്നു. അതിലൂടെ സകലതിനും മുക്തി ലഭിക്കുന്നു. വിഷ്ണുവിനെ പരിത്യജിക്കുക. നാം ഒരിക്കലും പരമാത്മാവായ വിഷ്ണു ഭഗവാനെ ശത്രുവായി കാണുകയില്ല. അവനോടുള്ള നിന്റെ ഭക്തി വെടിയുക. നമ്മുടെ പുത്രൻ പ്രഹ്ലാദന് നാം വധശിക്ഷ വിധിക്കുകയാണ്. ഇതുപോലുള്ള ഒന്നും നമ്മുടെ കുലത്തിന് പേരും മഹിമയും പ്രദാനം ചെയ്യില്ല. എന്തു തന്നെ സംഭവിച്ചാലും അത് സ്വീകരിക്കാൻ ഞാൻ തയ്യാറാണ്. എന്റെ ഉള്ളിൽ വസിക്കുന്നത് ഭഗവാൻ വിഷ്ണുവാണ്, സർവസൃഷ്ടാവ്. എങ്കിൽ നോക്കാം, സംരക്ഷിക്കാൻ വരുമോ എന്ന്. ആരെ വേട്ടയാടുമെന്നും ആരെയാവുമെന്നും ഇന്ന് കണ്ടറിയാം. ഇപ്പോൾ വിളികൾ ഉണർന്നിടുന്നു. ആയുധങ്ങൾ. സുരക്ഷ
ഹരേ കൃഷ്ണ. ഒരാൾ ഉറങ്ങിക്കിടക്കുകയാണ്, അപ്പോൾ ഭഗവാന്റെ ഗർജന ഇട്ടിട്ട് പേടിക്കുക. നിങ്ങൾ അഹോബലത്ത് പോയി കഴിഞ്ഞാൽ ഇതേപോലെ കാണാൻ പറ്റും. ഭഗവാൻ അവതരിച്ച് എല്ലാം പൊട്ടിച്ചെതറിക്കുകയാണ്. അവിടെ കൊട്ടാരം എന്ന് പറഞ്ഞൊരു സാധനമില്ല. ഇന്ന് പോയാലും ആ തൂണൊക്കെ തെറിച്ചു പോയതിൻ്റെ ആ ഒരു ലക്ഷണങ്ങൾ നിങ്ങൾക്ക് കാണാൻ പറ്റും. അഹോബലത്തിലെ വീഡിയോ നിങ്ങൾ കണ്ടതല്ലേ? തുണ്ടം ആക്കി എന്നുള്ളതാണ്, പൊടിച്ചു കളഞ്ഞെന്നുള്ളതാണ്. ആ രീതിയിലാണ് ഭഗവാൻ അവതരിക്കുന്നത്. എല്ലാം തകർത്ത് തരിപ്പണമാക്കിക്കൊണ്ട്. എല്ലാവരും കമൻസിൽ ടൈപ്പ് ചെയ്യും, നരസിംഹദേവ് ഭഗവാൻ കി ജയ, പ്രഹ്ലാദ് മഹാരാജ് കി ജയ. എന്നാ ഇതേ നരസിംഹത്തെയാണ് രാവണൻ ചൊറിഞ്ഞോണ്ട്. പക്ഷെ ഭഗവാൻ പഴയതുപോലെ അങ്ങനെ ഭീകര രൂപം എടുക്കണ്ടെന്ന് വിചാരിച്ചു. ഹരേ കൃഷ്ണ. അത് മഹാബലി ചക്രവർത്തി പറയുകയും ചെയ്തു, എൻ്റെ അപ്പൂപ്പനായിട്ടുള്ള പ്രഹ്ലാദനെ രക്ഷിക്കാൻ വേണ്ടി എൻ്റെ മുതുമുത്തച്ഛനെ കൊന്ന ആളാണ് നരസിംഹസ്വാമി. ഭഗവാൻ കർണക്കുറ്റിക്ക് ഒരു അടിയടിച്ചപ്പോൾ ഹിരണ്യകശിപന്റെ കുണ്ടലം താഴെ പാതാള ലോകത്തിൽ വന്നു. അതാണിപ്പോൾ ഒരു വലിയ പർവ്വതം പോലെ ഇരിക്കുന്നതെന്ന് പറയും. ഹരേ കൃഷ്ണ. ഓക്കെ, നമുക്ക് എന്തായാലും രാമായണം ചർച്ച തുടരാം. അഹോബലത്തിൽ ഒരു സ്ഥലമുണ്ട്, ഭഗവാൻ വില്ലും പിടിച്ചിരിക്കുന്ന. അവിടെ ഹനുമാൻ സ്വാമി വന്നിട്ട് കാരഞ്ച നരസിംഹ, അവിടെ ഭഗവാൻ ഇങ്ങനെ ഹനുമാൻ സ്വാമിക്ക് ദർശനം കൊടുക്കുകയാണ് വില്ലും പിടിച്ചുകൊണ്ട്. അതായത് ഹനുമാൻ സ്വാമി അവിടെ രാമനാമം ജപിക്കാനായിട്ട് വന്നു. അപ്പം നരസിംഹ ഭഗവാൻ അവിടെ ദർശനം നൽകി. എന്നിട്ട് പറഞ്ഞു, എന്താണ് വേണ്ടതെന്ന് ചോദിച്ചു. അപ്പോൾ ഹനുമാൻ സ്വാമി, നീ ആരോ ചോദിക്കാൻ, നീ പോ, ഞാൻ രാമനെയാണ് വിളിച്ചതെന്ന്. അപ്പം ഭഗവാൻ പോയിട്ട് വീണ്ടും ആളെ ജപിച്ചുകൊണ്ടിരിക്കും. വീണ്ടും എന്താ വേണ്ടത്? അന്നേരത്തെ പറയും, എന്നെ ശല്യപ്പെടുത്താൻ നീ ഇവിടുന്ന് പോകാൻ പറയും. അപ്പോഴത്തേക്കും ഇനി ശല്യപ്പെടുത്തുവാണെങ്കിൽ നമ്മൾ തമ്മിൽ യുദ്ധമാവെന്ന് പറഞ്ഞു. അപ്പോഴേക്കും ഭഗവാൻ പറയും, ഈ യുദ്ധമാവാന്ന് പറഞ്ഞിട്ട് വില്ലെടുത്തു. ആ വില്ല് പിടിക്കുന്ന ആ രീതി കണ്ടപ്പോഴേ ഹനുമാൻ മനസ്സിലായി ഇത് രാമനാണ്. നേരെ കാൽക്കൽ വീഴുകയാണ്. അങ്ങനെ വില്ലും അമ്പുമായി പിടിച്ച് നിൽക്കുന്ന നരസിംഹന്റെ രൂപം അഹോബലത്തിലുണ്ട്. കാലഞ്ച നരസിംഹം. രാമ 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 രാമ
രാമ രാമ രാമ രാമ രാമ രാമ രാമ രാമ രാമ രാമ രാമ രാമ കൃഷ്ണ ഗോവിന്ദ മാധവ കേശവ പാണ്ഡുരംഗ വിഠല ശ്രീനിവാസ രാമ കൃഷ്ണ ഗോവിന്ദ മാധവ കേശവ പാണ്ഡുരംഗ വിഠല ശ്രീനിവാസ രാമ 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 രാമ
രാമ രാമ രാമ
रघुपति राघव राजा राम पतित पावन सीताराम रघुपति राघव राजा राम पतित पावन सीताराम 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 सबको सन्मति दे भगवन सीताराम 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 जय सीताराम रघुपति राघव राजा राम पतित पावन सीताराम रघुपति राघव राजा राम पतित पावन सीताराम 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 भज प्यारे तू सीताराम 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 भज प्यारे तू सीताराम रघुपति राघव राजा राम पतित पावन सीताराम रघुपति राघव राजा राम पतित पावन सीताराम 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 जय सीताराम 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 जय सीताराम रघुपति राघव राजा राम पतित पावन सीताराम राम सिया राम जय जय राम 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 अयोध्यावासी राम राम दशरथ नंदन राम अयोध्यावासी राम राम दशरथ नंदन राम पतित पावन जानकी जीवन सीता मोहन राम पतित पावन जानकी जीवन सीता मोहन राम अयोध्यावासी राम राम दशरथ नंदन राम अयोध्यावासी राम दशरथ नंदन राम
पतित पावन जानकी जीवन सीता मोहन राम। पतित पावन जानकी जीवन सीता मोहन राम। अयोध्यावासी राम 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 दशरथ नंदन राम। अयोध्यावासी राम 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 दशरथ नंदन राम। श्री रामचंद्र भगवान की जय, सीता मैया की जय, लक्ष्मण भरत शत्रुघ्न स्वामी की जय, हनुमत स्वामी की जय. നമുക്ക് ചർച്ച തുടരാം. ശ്രീരാമസ്വാമി ലക്ഷ്മണസ്വാമിയും സീതാമയ്യയും വനത്തിലേക്ക് പ്രവേശിക്കുകയാണ്. വളരെ വേഗതയിൽ സുമന്ത്രനോട് രഥം ഓടിക്കാൻ പറഞ്ഞിട്ടും ഒരു കൂട്ടം പ്രജകൾ അവരെ പിന്തുടർന്നുകൊണ്ടേയിരുന്നു. രാമൻ രഥം നിർത്തി. കാരണം അവരിങ്ങനെ ഓടിക്കൊണ്ടിരിക്കുകയാണ്, വൃദ്ധരായിട്ടവരൊക്കെ. അവരൊക്കെ ഇങ്ങനെ അവരുടെ ശരീരം പോലും നോക്കാതെ ഓടുകയാണ്. അങ്ങനെ ഓടുകയാണെങ്കിൽ അവർ ചിലപ്പോൾ മരിച്ചു പോകും. അവസാനം ഭഗവാൻ രഥം നിർത്തുകയാണ്. എന്നിട്ട് അവരടുത്തെത്താൻ വേണ്ടി കാത്തിരിക്കുകയാണ്. അവരോട് പറയുക, നിങ്ങൾക്ക് എന്നോടുള്ള സ്നേഹം എന്തുമാത്രം ഉണ്ടെന്ന് നിങ്ങൾ തെളിയിച്ചിരിക്കുകയാണ്. എനിക്ക് ഒട്ടും സംശയമില്ല നിങ്ങളുടെ സ്നേഹത്തെക്കുറിച്ച്. ഇനി എൻ്റെ സമാധാനത്തിന് വേണ്ടി ഇതേ സ്നേഹം എൻ്റെ സഹോദരനായ ഭരതൻ്റെ മേലിലും നിങ്ങൾ കൊടുക്കണം. നിങ്ങളെല്ലാവരെയും നല്ല രീതിയിൽ നോക്കുമെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. വളരെ ചെറുപ്രായമാണെങ്കിലും അറിവിലും സാക്ഷാത്കാരത്തിലും വീര്യത്തിലും നല്ല മിടുക്കനാണ് ഭരതൻ. അതുകൊണ്ട് നിങ്ങളുടെ ഏറ്റവും ഉത്തമ സംരക്ഷകനായിട്ടും രാജാവായിട്ടും ഭരതൻ ഭരിക്കും. അതുകൊണ്ട് നിങ്ങളുടെ ദുഃഖവും ഭയവും എല്ലാം അകറ്റും. നിങ്ങളുടെ കഴിവിൻ്റെ പരമാവധി ഭരതന് വേണ്ടി സേവനങ്ങൾ ചെയ്യും. കാരണം നിങ്ങളുടെ ചക്രവർത്തിയായ ദശരഥ മഹാരാജാവ് തന്നെയാണ് ഭരതനെ തിരഞ്ഞെടുത്തിരിക്കുന്നത്. അതുകൊണ്ട് നിങ്ങളുടെ ചക്രവർത്തിയോട് കാരുണ്യം കാണിക്കൂ. കാരണം എൻ്റെ അഭാവത്തിൽ അദ്ദേഹം ഒരുപാട് ദുഃഖിതനായിട്ടിരിക്കുകയാണ്. നിങ്ങളാണ് അദ്ദേഹത്തെ സമാധാനിപ്പിക്കുന്നത്. രാമൻ പല രീതിയിലും ശ്രമിച്ചു ജനങ്ങളെ തിരിച്ചു അയക്കാനായിട്ട്. പക്ഷെ അവർ വിടാൻ തയ്യാറല്ല. ഭഗവാൻ എത്രത്തോളം ധർമ്മത്തിൽ ഉറച്ചു നിന്നോ അത്രത്തോളം അവർ ഉറച്ചു നിന്നു. രാമൻ തന്നെ ആയിരിക്കണം നമ്മുടെ ഭരണാധികാരി. എന്നിട്ട് അതായത് രാമനും ലക്ഷ്മണനും അവരുടെ ധാർമ്മിക മൂല്യം കൊണ്ട് പ്രജകളെ ഇങ്ങനെ വലിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. രഥം വീണ്ടും മുന്നോട്ട് പോകാൻ തുടങ്ങി. അപ്പോഴും മുതിർന്ന ബ്രാഹ്മണരും അവരുടെ ആകെ തളർന്നിരിക്കുകയാണ്. ഇത്രയും വൃദ്ധാവസ്ഥയിൽ അവർ ഓടിക്കൊണ്ടിരിക്കുകയാണ്. രഥത്തിട്ട് അവർ പറഞ്ഞു, കുതിരകളെ നിൽക്കൂ, അധികം വേഗതയിൽ ഓടാതെ, നമ്മളോട് കാരുണ്യം കാണിക്കൂ, നമ്മുടെ രാമനെ നമുക്ക് തിരിച്ചു വേണം. ബ്രാഹ്മണരുടെ നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ആളാണ് രാമൻ. അതുകൊണ്ട് കുതിരകളെ അനങ്ങാതെ അവിടെ നിൽക്കൂ. ഇത്രയും നല്ല ചെവികൾ നിങ്ങൾക്കില്ലേ, പിന്നെ എന്താ നമ്മുടെ കരച്ചിൽ നിങ്ങൾക്ക് കേൾക്കാൻ പറ്റാത്തത്? രാമൻ പറയുന്നത് നിങ്ങൾ കേൾക്കരുത്. രാമനെ നമ്മളിൽ നിന്ന് അകറ്റരുത്. നമ്മളെ രാമനിൽ നിന്ന് ദൂരെ കൊണ്ടുപോകരുത്. രാമൻ ശുദ്ധ ഹൃദയനാണ്, വീരനാണ്, വീരശൂര പരാക്രമിയാണ്, ധർമ്മിഷ്ഠനാണ്. അതുകൊണ്ട് രാമനെ നമ്മളിൽ നിന്ന് അകറ്റരുത്. രാമനെ നമുക്ക് വേണം. രാമൻ തിരിഞ്ഞു നോക്കി. അപ്പോൾ ആ ദുഃഖിതരായിട്ടുള്ള ബ്രാഹ്മണരോട് ഭഗവാൻ കാരുണ്യം തോന്നി. അതുകൊണ്ട് ഭഗവാന് അവരിങ്ങനെ നടക്കുകയും ഓടുകയും ചെയ്യുമ്പോൾ രഥത്തിൽ ഓടാൻ രാമന് താല്പര്യമില്ല. അതുകൊണ്ട് ഭഗവാൻ എന്ത് ചെയ്തു? രഥത്തിൽ നിന്ന് ഇറങ്ങി. എന്തുമല്ലേ ഭഗവാന്റെ ആ ഒരു സ്വഭാവം. ഭഗവാൻ താഴെ ഇറങ്ങി, എന്നിട്ട് നടക്കാൻ തുടങ്ങി.
ജനങ്ങളുടെ ഈ ദുഃഖം കണ്ടിട്ട് ഭഗവാനെ സഹിക്കാൻ പറ്റുന്നില്ല. പക്ഷെ രാമൻ ഒട്ടും തിരിഞ്ഞു നോക്കാതെ കുതിരകളോടൊപ്പം നടക്കാൻ തുടങ്ങി. തൊട്ടുപുറകെ സീതാദേവിയും ലക്ഷ്മണനും ഉണ്ടായിരുന്നു. സുമന്ത്രൻ തൊട്ടുപുറകെ മെല്ലെ മെല്ലെ രഥം ഓട്ടിക്കാൻ തുടങ്ങി. അപ്പോഴേക്കും ബ്രാഹ്മണരെ അടുത്തെത്തി. ഇങ്ങനെ ഇവരെല്ലാവരും കൂടെ തമസാ നദിയുടെ അടുത്തെത്തി. ഇവിടെ ഉചിതമായിട്ടുള്ള സ്ഥലത്ത് അവിടെ രാത്രിയിൽ അവിടെ തങ്ങാമെന്ന് വിചാരിച്ചു. അയോധ്യവാസികളെല്ലാം അടുത്ത് തന്നെ അവിടെ തമ്പടിച്ചു. രാമൻ കുതിരകളെ രഥത്തിൽ നിന്ന് അഴിച്ചു. എന്നിട്ട് വെള്ളം കുടിക്കാനായിട്ട് അനുവദിച്ചു. കുളിച്ചു. രാമൻ ലക്ഷ്മണനോട് പറഞ്ഞു, ഈ നദിക്ക് അപ്പുറത്തായിട്ടുള്ള വനത്തെ കാണിച്ചു. രാമൻ പറഞ്ഞു, ഈ നദിക്ക് അപ്പുറത്തായിട്ടൊരു വനം കണ്ടില്ലേ? പല പല പക്ഷിമൃഗാദികളുടെ ശബ്ദം കേൾക്കുന്നില്ലേ? ഇതേപോലെ അയോധ്യയും ഇപ്പോൾ പ്രജകളുടെ കരച്ചിൽ കൊണ്ട് മുഴങ്ങുമായിരിക്കും നമ്മൾ പോയത് കാരണം. എൻ്റെ അച്ഛനെക്കുറിച്ചും എൻ്റെ അമ്മയെക്കുറിച്ചുമാണ് എനിക്ക് ഭയം. അവർ തുടർച്ചയായിട്ട് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അവരുടെ കരഞ്ഞ് അവരുടെ കണ്ണിൻ്റെ കാഴ്ച നഷ്ടപ്പെടുമെന്ന് എനിക്ക് ഭയമുണ്ട്. രാമൻ ഭരതനെക്കുറിച്ച് ഓർത്തു. ഇതിനോട് അടക്കം ഭരതൻ അറിഞ്ഞു കാണും. ഭരതൻ്റെ ഗുണങ്ങളെക്കുറിച്ച് ആലോചിച്ചപ്പോൾ രാമൻ ഒരു സമാധാനം ഉണ്ടായിരുന്നു. ലക്ഷ്മണനോട് പറഞ്ഞു, ലക്ഷ്മണ മോനെ, എനിക്ക് ഉറച്ച വിശ്വാസമുണ്ട്. ഭരതൻ നമ്മുടെ അച്ഛനമ്മമാരുടെ നന്നായി ശ്രദ്ധിക്കും, എല്ലാ തരത്തിലും അവരെ സംരക്ഷിക്കും. ഭരതൻ്റെ ആ മൃദുലമായ ഹൃദയവും പുണ്യ ഗുണങ്ങളും കാണുമ്പോൾ എനിക്കും ഒരു സമാധാനമുണ്ട്. എൻ്റെ പ്രിയ ലക്ഷ്മണ, എനിക്ക് ഒരുപാട് നന്ദിയുണ്ട് നീ എന്നെ തിരഞ്ഞെടുത്തുള്ള എൻ്റെ കൂട്ടത്തിൽ വരാൻ. അതും എനിക്കൊരു ആശ്വാസം നൽകുന്നു. ഇന്നത്തെ ദിവസം നമ്മൾ ഉപവാസം ഇരിക്കാം, എന്നിട്ട് സമാധാനമായിട്ട് ഈ നദി തരുത്ത് കിടക്കാമെന്ന് പറഞ്ഞു. ഉടൻ തന്നെ ലക്ഷ്മണസ്വാമിയും സുമന്ത്രനും ഇലകൾ കൊണ്ടൊരു കിടക്ക തയ്യാറാക്കുകയാണ്. സീതാദേവിയും രാമനും അവിടെ ശയിക്കുകയാണ്. ഭഗവാൻ തളർന്നിരിക്കുകയായിരുന്നു, അതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഉറങ്ങി. പക്ഷെ ലക്ഷ്മണൻ ഉറങ്ങാതെ കാത്തു നിൽക്കുകയാണ്. ഈ അന്ന് തുടങ്ങിയ ആ കാവല് 14 വർഷങ്ങൾ കഴിഞ്ഞിട്ട് തീരത്തില്ലെന്നുള്ളതാണ്. 14 വർഷവും ലക്ഷ്മണസ്വാമി ഒരു നിമിഷം പോലും കണ്ണടച്ചിട്ടില്ല, ഭക്ഷണവും കഴിച്ചിട്ടില്ല. ലക്ഷ്മണസ്വാമി ഉണർന്നിരിക്കുകയാണ്. സംരക്ഷിച്ച് ശ്രീരാമസ്വാമിയും സീതാദേവിയും സംരക്ഷിക്കാനായിട്ട്. അതേസമയത്ത് ദൂരെ ഒരുപാട് തീക്കൂട്ടം കണ്ടു. അതായത് ഭഗവാന്റെ കൂട്ടത്തിൽ വന്ന ജനങ്ങളെല്ലാം അവിടെ തീ ഇങ്ങനെ കൂട്ടി വെച്ചിരിക്കുകയാണ്. അർദ്ധരാത്രിയായപ്പോൾ രാമൻ പെട്ടെന്ന് എഴുന്നേറ്റു. എന്നിട്ട് ലക്ഷ്മണനോട് പറഞ്ഞു, എനിക്ക് തോന്നുന്നില്ല പ്രജകളെ നമുക്ക് പറഞ്ഞ് സമ്മതിപ്പിക്കാൻ പറ്റുമെന്ന്, തിരിച്ചവരുടെ വീടുകളിലേക്ക് പോകാൻ. അതുകൊണ്ട് ഭഗവാൻ ആ ജനങ്ങൾ കിടക്കുന്ന ആ സ്ഥലത്ത് നോക്കിയിട്ട് പറഞ്ഞു, അവരെന്തുമാത്രം ദുഃഖമാണ് നമുക്ക് വേണ്ടി ഏറ്റെടുത്തിരിക്കുന്നത്. വെറും തറയിൽ അവർ കിടക്കുകയാണ്. അവർ ഇങ്ങനെ പോവുകയാണെങ്കിൽ അവരുടെ ജീവൻ വരെ വെടിയാൻ തയ്യാറാണ് അവർ തിരിച്ചു പോകാതെ. അതുകൊണ്ട് നമുക്കൊരു കാര്യം ചെയ്യാം, ഇവരെല്ലാം ഉറങ്ങുമ്പം തന്നെ നമുക്ക് ഉടൻ തന്നെ ഇവിടുന്ന് പോകാം. നമ്മൾ കാരണം അവരൊരിക്കലും ഒരു തപസ് ചെയ്യേണ്ടി വരരുത്, ദുഃഖം അനുഭവിക്കരുത്. നമ്മൾ അവരുടെ ഭരണാധികാരികളാണ്. അതുകൊണ്ട് നമ്മുടെ കർത്തവ്യമാണ് നമ്മുടെ പ്രജകളുടെ ദുരിതങ്ങളെ അകറ്റുക. അതുകൊണ്ട് അവർക്ക് ഒരുപാട് ദുഃഖം ഇങ്ങനെ കൊടുക്കരുത്. അതുകൊണ്ട് നമ്മൾ ഉടൻ തന്നെ ഇവിടുന്ന് പോകേണ്ടതാണ്. ലക്ഷ്മണസ്വാമി അംഗീകരിച്ചു. ശ്രീരാമസ്വാമി സീതാദേവി ഉണർത്തി, സുമന്ത്രനെ ഉണർത്തി. എന്നിട്ട് ശബ്ദമൊന്നും ഉണ്ടാക്കാതെ രഥം തയ്യാറാക്കി. എന്നിട്ട് 2 കുമാരന്മാരും സീതാദേവിയും രഥത്തിൽ കയറി. സുമന്ത്രൻ അതിവേഗത്തിൽ രഥം മുന്നോട്ട് കൊണ്ടുപോയി. ജനങ്ങളിൽ നിന്ന് ഒരുപാട് ദൂരെ.
ഒരു ചെറിയൊരു അധികം ആഴമില്ലാത്തൊരു നദിയിലൂടെയും രഥം പോയി. എന്നിട്ട് ഒരുപാട് ഉൾവനങ്ങളിലൂടെയും പോയി. എന്നിട്ട് പല പല വഴികളിലൂടെ പോയി. അതായത് ആ രഥത്തിൻ്റെ പോയ വഴി ആർക്കും തിരിച്ചറിയാതിരിക്കാൻ പല പല വഴികളിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും കറക്കി. അങ്ങനെ നേരം പുലർക്കുന്നതിന് മുമ്പേ ജനങ്ങൾ ഉറങ്ങിക്കിടക്കുന്ന ആ സ്ഥലത്തു നിന്ന് ഒരുപാട് ദൂരെ എത്തി. അങ്ങനെ നേരം പുലർക്കാറായപ്പോൾ പക്ഷികളുടെ ശബ്ദവും പശുക്കളുടെ ആ ശബ്ദവും എല്ലാം അവിടെ എല്ലാം നദീതീരത്ത് കേൾക്കാൻ പറ്റുമായിരുന്നു. ഈ ശബ്ദങ്ങൾ കേട്ട് പാവം ജനങ്ങൾ ഉണർന്നു. അപ്പോൾ അവർക്ക് മനസ്സിലായി രാമനും കൂട്ടരും പോയെന്ന്. അത് അറിഞ്ഞിട്ട് അവർ സ്തംഭിച്ചു പോയി. ഉറക്കെ നിലവിളിച്ച് കരയാൻ തുടങ്ങി. അവർ പറഞ്ഞു, നമ്മൾ എത്ര ദുഷ്ടന്മാരാണ്, എങ്ങനെ നമുക്ക് ഇങ്ങനെ ഉറങ്ങാൻ കഴിഞ്ഞു? ഈ ഉറക്കമാണ് രാമനിൽ നിന്ന് നമ്മളെ അകറ്റിയത്. ബോധം കെട്ടവർ വീണു കരയാൻ തുടങ്ങി. രാമൻ, ഈ പ്രപഞ്ചത്തെ മുഴുവൻ ഭരിക്കുന്ന ആ രാമൻ മരൂരിയും ധരിച്ചുകൊണ്ട് എങ്ങനെയായിരിക്കും ഈ വനത്തിൽ കഴിയുക? നരന്മാരുടെ ഇടയിൽ അമൂല്യമായിട്ടുള്ള രത്നമാണ് രാമൻ. നമ്മുടെ അച്ഛനെ പോലെയാണ്. എങ്ങനെ ആ രാമൻ വനത്തിൽ പോയി നമ്മളെ ഒറ്റയ്ക്കാക്കി? ഇനി മരണം വരെ നമുക്ക് ഉപവാസിരിക്കാം, അല്ലെങ്കിൽ നേരെ നമുക്ക് ഹിമാലയത്തിലേക്ക് പോകാം. ഇവിടെ ചുറ്റും നോക്കിയപ്പോൾ ഉണങ്ങിയ വിറകുകൾ കണ്ടു. ചിലർ പറഞ്ഞ് ഈ വിറകെല്ലാം കൂട്ടി കത്തിക്കാം, എന്നിട്ട് നമുക്ക് തീ ചാടി ആത്മഹത്യ ചെയ്യാം. ഇനി ജീവിച്ചിരുന്നിട്ട് എന്താ പ്രയോജനം? അവരുടെ അയോധ്യയിൽ രാമനെയും കൊണ്ട് നമ്മൾ തിരിച്ചു വരുമെന്ന് വാക്ക് കൊടുത്തിരിക്കുക. അവരോട് നമ്മൾ എന്താ പറയുക? നമ്മൾ ഉറങ്ങിക്കിടക്കുമ്പോൾ രാമൻ വനത്തിലേക്ക് പോയെന്ന് പറഞ്ഞാൽ എത്ര നാണക്കേടാണ്. രാമനില്ലാതെ നമ്മൾ തിരിച്ചു പോയി കഴിഞ്ഞാൽ ജനങ്ങളുടെ ആ പ്രതീക്ഷയും കൂടെ നഷ്ടപ്പെടും. ഇനി രാമനില്ലാതെ എങ്ങനെയാണ് നമ്മൾ തിരിച്ചു പോയി? ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുക. തുടർച്ചയായിട്ട് കരഞ്ഞുകൊണ്ടേയിരുന്നു. പ്രജകൾ വിചാരിച്ചു, നമുക്ക് ആ രഥത്തിൻ്റെ ആ രഥം പോയ വഴി അന്വേഷിച്ച് പോകാമെന്ന് പറഞ്ഞു. അങ്ങനെ അവർ പിന്തുടർന്നു. അന്നേരം സുമന്ത്രൻ്റെ ആ വിദഗ്ധമായിട്ടുള്ള ആ ഒരു പല രീതിയിൽ ഓടിച്ചതുകൊണ്ട് അവർക്ക് നേരെ ചൊവ്വേ മനസ്സിലാക്കാൻ പറ്റുന്നില്ലായിരുന്നു എങ്ങോട്ടാണ് പോയെന്ന്. അത് കാരണം അവർ കൂടുതൽ ദുഃഖിതരായി. ഒരു പറഞ്ഞു, ഇനിയിപ്പോൾ നമ്മൾ എന്താ ചെയ്യുക? വിധി നമ്മളെ ചതിച്ചിരിക്കുകയാണ്. അങ്ങനെ മനസ്സോടുകൂടി അവർ അയോധ്യയിലേക്ക് തിരിച്ചു പോവുകയാണ്. അവർക്ക് തിരിച്ചു പോകാനുള്ള വഴി പോലും അറിയത്തില്ലായിരുന്നു. അത്രയ്ക്ക് അവർ മുന്നോട്ട് വന്നിരുന്നു. പക്ഷേ വന്ന രഥത്തിൻ്റെ ആ ഒരു രഥത്തിൻ്റെ ചക്രത്താലുണ്ടായ ആ ഒരു അടയാളം വെച്ചിട്ടാണ് അവർ കണ്ടുപിടിച്ചത്. അങ്ങനെ ഒരുപാട് ദുഃഖിതരായി അവസാനം അയോധ്യയിലേക്ക് എത്തുകയാണ്. ഒരുപാട് ദുഃഖിക്കുകയാണ്. കരച്ചിൽ കാരണം അവർക്ക് ആരാണ് അവരുടെ ബന്ധുക്കൾ, ആരാണ് ബന്ധുക്കളല്ലാത്ത ഒന്നും തിരിച്ചറിയാൻ പറ്റുന്നില്ല. അവർക്ക് അവരുടെ വീട് ഏതാണെന്ന് പോലും മനസ്സിലാവുന്നില്ല. ചിലവർ തെറ്റായിട്ടുള്ള വീടുകളിൽ കയറി. ദുഃഖം കാരണം അവിടെ വളരെ സമ്പദ് സമൃദ്ധമായിട്ടുള്ള രാജ്യമാണ് അയോധ്യ. പക്ഷെ എല്ലാം ശൂന്യമായിട്ട് അവർക്ക് തോന്നി. അവിടെ അയോധ്യയിൽ ഏത് വീട് നോക്കിയാലും അവിടെ എല്ലാം ജനങ്ങൾ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എല്ലാവരും അവരുടെ പ്രാണൻ ത്യജിക്കാൻ ഉള്ള ആ ഒരു അവസ്ഥയിൽ തന്നെ ഇരിക്കുകയാണ്. ആരും സന്തോഷിക്കുന്നില്ലായിരുന്നു. ചില വീടുകളിലാണെങ്കിൽ കുട്ടികൾ ജനിച്ചു, പക്ഷെ അവർക്കൊരു സന്തോഷമില്ല. വ്യവസായം ചെയ്യുന്നവർക്ക് ലാഭത്തിൽ താല്പര്യമില്ല. അവരുടെ വസ്തുവകൾ ആകർഷകമായിട്ട് തോന്നിയിട്ടില്ല. വീടുകളിലുള്ള പാചകം ചെയ്യുന്ന അമ്മമാർ പാചകമൊന്നും ചെയ്യുന്നില്ല. വീട്ടിലെ ആരാധന ദൈവങ്ങളുടെയൊക്കെ പ്രതിഷ്ഠകളൊക്കെ അവഗണിച്ചിട്ടിരിക്കുന്നു. അപ്പോൾ ഈ ഭഗവാന്റെ പുറകെ പോയ ആണുങ്ങൾ തിരിച്ചെത്തിയപ്പോൾ ഭാര്യമാർ ചോദിച്ചു, രാമനെ തിരിച്ചു കൊണ്ടുവരാതെ നിങ്ങൾ ഈ വീട്ടിൽ എന്തിനാണ് വന്നിരിക്കുന്നത്? ഈ വീടും കുട്ടികളും സമ്പത്തും കൊണ്ട് എന്ത് പ്രയോജനം? എനിക്ക് തോന്നുന്നു ഈ ലോകത്ത് ഒരേ ഒരു പുണ്യവാനായിട്ടുള്ള ആണേ ഉള്ളൂ, അത് ലക്ഷ്മണനാണ്. രാമനോടൊപ്പം വനവാസത്തിൽ സേവനം ചെയ്യാനായിട്ട് പോയി. രാമനില്ലാതെ അന്നേരം ഈ തിരിച്ചു വന്നവരാണെങ്കിൽ
ചങ്ക് തകർന്നിരിക്കുകയാണ്. അതുകൂടാതെ വീട്ടിലുള്ള ഇവരുടെ വർത്തമാനം കൂടെ കേട്ടപ്പോൾ പിന്നെ ഒന്നും പറയാനില്ല. അവരുടെ ഭാര്യമാരെല്ലാം നെഞ്ചത്തടിച്ച് കരയാൻ തുടങ്ങി. ഈ വൃദ്ധനായിട്ടുള്ള രാജാവിൻ്റെ കീഴിൽ നമ്മൾ എങ്ങനെ കഴിയാനാണ്? അദ്ദേഹത്തിൻ്റെ സ്വബോധം നഷ്ടപ്പെട്ടിരിക്കുകയാണ്. സ്വന്തം മകനെ തന്നെ ഉപേക്ഷിച്ചതാണ്. ഇനിയുള്ള കാലം നമുക്ക് കൈകയുടെ സേവനം ചെയ്യേണ്ടി വരും. കൈകി ഉദ്ദേശിച്ച പോലെ എല്ലാ കാര്യങ്ങളും നടന്നു. സ്വന്തം ഭർത്താവിനെ ഉപേക്ഷിച്ചു. സ്വന്തം കുലത്തിൻ്റെ അന്തകയാണ് കൈകി. അതുകൊണ്ട് നമ്മൾ ജനങ്ങളെ ഇനി എന്താണ് അവർ ചെയ്യാൻ മടിക്കാത്തത്? സ്ത്രീകൾക്ക് അവരുടെ ഉള്ളിലെ ദുഃഖം പ്രകടിപ്പിക്കാൻ കഴിയുന്നില്ല. അതുകൊണ്ട് ഒരു കൂടുതൽ ഭർത്താക്കന്മാരെ തന്നെ കുറ്റം പറയാൻ തുടങ്ങി. എന്തായാലും കൈകി വലിയൊരു ഉപകാരം ചെയ്തു. ഈ ഒരു അയോധ്യ ഇനി നശിക്കാൻ പോകുന്നു. രാമൻ പോയി, ഇനി അധികം താമസിക്കാതെ ദശരഥ മഹാരാജാവും ചാവും, അദ്ദേഹത്തിൻ്റെ കുലവും നശിക്കും. ഇത്രയും കാലം സമൃദ്ധമായിട്ട് ഇരുന്ന ഈ ഒരു കുലം നശിക്കുകയാണ്. അന്നേരം കൈകി സ്ഥാനത്തിരിക്കുമ്പോൾ എന്ത് ഐശ്വര്യമാണ് ഇവിടെ വരാൻ പോകുന്നത്? അതുകൊണ്ട് നമ്മളെല്ലാവരും ആത്മഹത്യയെല്ലാം ചെയ്യുന്നതാണ് നല്ലത്. അല്ലെങ്കിൽ രാമൻ പോയ വഴിയിൽ കൈകിയുടെ പേര് ഒരിക്കലും കേൾക്കാത്ത അവിടെ പോകണം നമ്മൾ. രാമൻ മാത്രമേ നമുക്കൊരു ആശ്രയമായിട്ടുള്ളൂ. ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ സൂര്യൻ അസ്തമിക്കുകയാണ്. എല്ലായിടത്തും ഇരുട്ടായി. എപ്പോഴും സന്തോഷത്തോടു കൂടി ഇരിക്കുന്ന ആ സ്ഥലം, അയോധ്യ നഗരി, ഒരു വിജനമായിട്ടുള്ള സ്ഥലം പോലെ ഇരിക്കുകയായിരുന്നു. എല്ലാവരും രാമനെക്കുറിച്ച് മാത്രം ആലോചിച്ചിരിക്കുകയാണ്. അതേസമയത്ത് ആ രാത്രിയിൽ രാമലക്ഷ്മണന്മാരെയും സീതാദേവിയെയും കൊണ്ട് രഥം ഒരുപാട് ദൂരെ പോയി. ആ പോകുന്നതിൻ്റെ ഇടയിൽ രാമൻ കൂട്ടുകാരെയും ബന്ധുക്കളെയും എല്ലാം പ്രജകളെ എല്ലാവരെയും ആലോചിക്കുകയാണ്. അതൊക്കെ വീണ്ടും ആലോചിക്കുകയാണ്. അച്ഛൻ പറഞ്ഞ ആജ്ഞ ആലോചിക്കുകയാണ്. രാമൻ ഉള്ളിലുള്ള ആ ഒരു തീരുമാനത്തെ കൂടുതൽ ഉറപ്പിച്ചു. എന്നിട്ട് സുമന്ത്രനോട് ഇനിയും വേഗത്തിൽ പോകാൻ പറഞ്ഞു. പല നഗരങ്ങളും പിന്നിട്ടു. പല കൃഷിസ്ഥലങ്ങളും പല വനങ്ങളുമൊക്കെ. രാമൻ വനവാസത്തിനായിട്ട് പുറപ്പെട്ടു എന്ന് അവിടെയുള്ള ജനങ്ങളെല്ലാം അറിഞ്ഞിരിക്കുന്നു. രഥം പോകുന്ന കണ്ടപ്പോൾ അവരെല്ലാം പറഞ്ഞു, ക്രൂരയായിട്ടുള്ള കൈകി ഒരു ധാർമ്മിക ബോധം ഇല്ലാതെ പ്രവർത്തിച്ചു അവൾ. രാമൻ്റെ ഈ ഒരു അവസ്ഥയ്ക്ക് കാരണം അവളാണ്. ഇനി എന്താവും? ആ സീത എങ്ങനെയായിരിക്കും വനത്തിൽ കഴിയുക? ഇത്രയും നല്ല ഒരു മകനോടും മരുമകളോടുമുള്ള സ്നേഹം ആ രാജാവിന് എങ്ങനെയാണ് ഉപേക്ഷിക്കാൻ കഴിഞ്ഞത്? രാമൻ ജനങ്ങളുടെ അടുത്ത് എത്തിയപ്പം കുറച്ച് മെല്ലെയായിരുന്നു പോയത്. അവർ പറയുന്നതും അവരുടെ ചിരിയും ഒക്കെ രാമന് കാണാനും കേൾക്കാനും പറ്റുമായിരുന്നു. അവരോടൊന്നും പറയാതെ രഥം മുന്നോട്ട് പോവുകയാണ്. അങ്ങനെ അവർ പല ഉദ്യാനങ്ങളുടെ നടുവിലൂടെ പല ഫലമൂലാദികൾ നിറഞ്ഞു നിൽക്കുന്ന ഉദ്യാനങ്ങൾ, താമരക്കുളങ്ങൾ, പല അമ്പലങ്ങൾ, അതിലൂടെയൊക്കെ പിന്നിട്ട് പോവുകയാണ്. പല സമൃദ്ധമായിട്ടുള്ള രാജ്യങ്ങൾ കണ്ടു. രാമനപ്പോൾ രാമൻ്റെ വനവാസത്തെക്കുറിച്ച് ചിന്തിക്കുകയാണ്. എന്നിട്ട് ആ കോശല രാജ്യത്തിലെ തലസ്ഥാനമാണ് അയോധ്യ നഗരി. അന്നേരം കോശല രാജ്യം വലുതാണ്. അന്നേരം ആ കോശല രാജ്യത്തെക്കുറിച്ച് രാമൻ അവർ കേൾക്കുന്നില്ല, കോശല ഇന്ദ്രായ. അന്നേരം കോശല രാജ്യത്തിലെ ആ സമൃദ്ധി രാമൻ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ കോശല രാജ്യത്തിലെ ദക്ഷിണ അതിർത്തിയിലേക്ക് എത്തി. രാമൻ രഥത്തിൽ നിന്നിറങ്ങി. എന്നിട്ട് അയോധ്യയുടെ ആ ദിശയിലേക്ക് നോക്കി. ഭഗവാന്റെ കണ്ണിൽ നിന്നിങ്ങനെ കണ്ണീര് വരികയാണ്. ഭഗവാന്റെ ശബ്ദമൊക്കെ ഇടറുകയാണ്. എന്നിട്ട് പറഞ്ഞു, രാജ്യങ്ങളിൽ വെച്ച് ഏറ്റവും ഉയർന്ന രാജ്യമായ സമൃദ്ധമായ രാജ്യമായ അയോധ്യ, കോശല രാജ്യമേ, ഞാൻ വിട പറയുകയാണ്. ചക്രവർത്തിയുടെ നേതൃത്വത്തിൽ എല്ലാ ദേവന്മാരുടെയും സംരക്ഷണത്തിൽ കോശല രാജ്യം ഇനിയും സമൃദ്ധമാവട്ടെ. എൻ്റെ അച്ഛനോടുള്ള കടപ്പാട് പൂർത്തീകരിച്ചതിന് ശേഷം ഞാൻ തിരിച്ചു വരുന്നതായിരിക്കും. അതേസമയത്ത് അവിടെയുള്ള എല്ലാവരും രാമന് ചുറ്റും ഇങ്ങനെ നിറഞ്ഞു.
രാമൻ അയോധ്യ നഗരിയെടുത്ത് ഇങ്ങനെ വിട പറയുന്നത് കണ്ടിട്ട് എല്ലാവർക്കും വിഷമമായി. രാമൻ അവരെ എല്ലാം വളരെ സ്നേഹത്തോടുകൂടി നോക്കി. അവരോടെല്ലാം നന്ദി രേഖപ്പെടുത്തി. എന്നിട്ട് അവരോടെല്ലാം വീടുകളിൽ തിരിച്ചു പോകാൻ പറഞ്ഞു. ജനങ്ങൾക്കാർക്കും ഒന്നും പറയാൻ പറ്റുന്നില്ലായിരുന്നു. അവർ രാമനെ തന്നെ ഇങ്ങനെ നോക്കി നിൽക്കുകയായിരുന്നു, ഒട്ടും അനങ്ങാൻ പറ്റാതെ. രാമൻ അവരോടെല്ലാം വീടുകളിൽ പോകാൻ പറഞ്ഞു. പക്ഷെ അവരവിടുന്ന് അനങ്ങുന്നില്ലായിരുന്നു. ആ രാമൻ്റെ സുന്ദര രൂപത്തെ നിന്നും കണ്ണ് കെട്ടാൻ അവർക്ക് പറ്റുന്നില്ലായിരുന്നു. അങ്ങനെ അവർ നോക്കി നിൽക്കെ രാമൻ വീണ്ടും രഥത്തിൽ കയറി വീണ്ടും ദൂരെ പോവുകയാണ്. അങ്ങനെ മെല്ലെ അവർ ഗംഗാ നദീ തീരത്തെത്തുകയാണ്, ഉഷിനര എന്ന് പറയുന്ന സ്ഥലത്ത്. അവിടെ എല്ലാ ദിശകളിലും ഒരുപാട് ഋഷിമാരും തപസ്വികളും ഒക്കെ താമസിക്കുന്നുണ്ടായിരുന്നു. നദീ തീരത്തായിട്ട് ഒരുപാട് കുന്നുകളുണ്ടായിരുന്നു. ചിലയിടത്തൊക്കെ നദിക്ക് നല്ല ആഴമുണ്ടായിരുന്നു, ചിലയിടത്ത് നടക്കാൻ പറ്റുമായിരുന്നു. ചിലയിടത്ത് പാറകളിലൊക്കെ വളരെ ശക്തമായിട്ട് അടിക്കുമായിരുന്നു അതിൻ്റെ ഒഴുക്ക്. അതേസമയത്ത് ചിലയിടത്ത് വളരെ ശാന്തമായിട്ടും കാണപ്പെട്ടു. ചില സ്ഥലങ്ങളിൽ വെള്ളത്താമരകൾ കൊണ്ട് നിറഞ്ഞിരുന്നു. ചിലയിടത്ത് അരണ്യങ്ങളുണ്ടായിരുന്നു, കൊക്കുകളും അങ്ങനെ പല പല പക്ഷികളും അവിടെ ഉണ്ടായിരുന്നു. ദേവന്മാർക്കും ഗന്ധർവന്മാർക്കും ഇഷ്ടപ്പെട്ട സ്ഥലമായിരുന്നു. ഒരുപാട് മരങ്ങളും വൃക്ഷലതാദികൾ പൂക്കളും ഫലമൂലാദികളും ഒക്കെ നിറഞ്ഞു നിൽക്കുന്ന അവിടെ പല പല പക്ഷികളുമൊക്കെ വളരെ മനോഹരമായിട്ടുള്ള കാഴ്ചയാണ്. അന്നേരം ഇത് ദേവലോകവുമായിട്ട് കണക്ട് ചെയ്യുന്നൊരു സ്ഥലമായിരുന്നു. ഈ സ്ഥലം കണ്ടിട്ട് അന്നത്തെ രാത്രി അവിടെ തങ്ങാമെന്ന് ഭഗവാൻ വിചാരിക്കണം. അങ്ങനെ ഒരു മരത്തിൻ്റെ കീഴിൽ ഭഗവാൻ ഇരിക്കുകയാണ്, ഗംഗാദേവി പൂജിക്കുകയാണ്. സുമന്ത്രൻ കുതിരകളെ രഥത്തിൽ നിന്ന് അഴിച്ചു, എന്നിട്ട് വെള്ളം കുടിപ്പിച്ചു. എന്നിട്ട് നല്ല പുല്ലുള്ള ആ സ്ഥലത്ത് പുല്ല് കഴിക്കാൻ കൊടുക്കുകയാണ്. സാരഥിയായ സുമന്ത്രൻ കൈകൂപ്പി ഭഗവാന്റെ മുമ്പിൽ നിൽക്കുകയാണ്. അതേസമയത്ത് ഭഗവാന്റെ അടുത്ത് സീതാദേവിയും വളരെ ശാന്തനായിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. ഭഗവാൻ സീതാസമേതനായിട്ട് ശാന്തനായിട്ടിരിക്കുകയാണ്. ആ പ്രദേശത്തിൻ്റെ രാജാവ് ഗുഹനായിരുന്നു. രാമൻ്റെ പ്രിയ സുഹൃത്തായിരുന്നു. നിഷാദ വംശത്തിൽപ്പെട്ട ഒരു കൂട്ടം ആൾക്കാരുടെ രാജാവായിരുന്നു. അന്നേരം രാമൻ്റെ വന്നു എന്നറിഞ്ഞപ്പോൾ ഉടൻ തന്നെ ഗുഹൻ രാമനെ കാണാൻ വന്നു. ഗുഹൻ രാമൻ ഗംഗാതീരത്ത് ഇങ്ങനെ ഇരിക്കുന്നതായിട്ട് കണ്ടു. ദൂരെ നിന്നു. എന്നിട്ട് രാമനായിട്ട് സംസാരിക്കാനെങ്കിൽ ഇങ്ങനെ ഒരു അവസരത്തിന് വേണ്ടി ഇങ്ങനെ കാത്തിരിക്കുകയാണ്. ഗുഹൻ സ്വന്തം സുഹൃത്തായ രാമനെ കണ്ടപ്പോൾ ഒരുപാട് സന്തോഷം ഉണ്ടായിരുന്നു, ദുഃഖം ഉണ്ടായിരുന്നു. കാരണം ഭഗവാൻ ഇപ്പോൾ ഒരു മരോരിയും ധരിച്ച് തപസ്വിയെ പോലെയായിരുന്നു വേഷം ധരിച്ചിരുന്നു. രാമൻ നോക്കിയപ്പം ഗുഹനെ കണ്ടു, ദൂരെ നിൽക്കുന്നതായിട്ട്. ഒരുപാട് ബന്ധുമിത്രാദികളും മന്ത്രിമാരുമായിട്ട്. രാമൻ ഉടൻ തന്നെ എഴുന്നേറ്റ് ലക്ഷ്മണനുമായിട്ട് അടുത്തു പോയിരുന്നു. എന്നിട്ട് നല്ല മുറുകെ കെട്ടിപ്പിടിച്ചു. എന്നിട്ട് ഗുഹൻ രാമനോട് പറഞ്ഞു, പല സമയത്തും അയോധ്യയിൽ വെച്ച് രണ്ടുപേരും കണ്ടിട്ടുണ്ടായിരുന്നു. അന്നേരം ഗുഹൻ പറഞ്ഞു, അങ്ങ് എൻ്റെ രാജ്യത്തിൽ വന്നത് എൻ്റെ ഏറ്റവും വലിയ ഭാഗ്യമായിട്ട് കാണുന്നു. ഈ രാജ്യം അങ്ങയുടെ തന്നെയാണ്, ഞാൻ അങ്ങയുടെ സേവകനാണ്. അങ്ങ് എന്നെ ആജ്ഞാപിച്ചാൽ മതി, ഞാൻ എന്തും അങ്ങേക്ക് വേണ്ടി ചെയ്യാൻ തയ്യാറാണ്. രാമൻ്റെ മുമ്പിൽ പലതരത്തിലുള്ള ഭക്ഷണ പദാർത്ഥങ്ങളും പാനീയങ്ങളും കൊണ്ടുവന്നു. നല്ല കിടക്കാനുള്ള ഒരു ശയ്യ കൊണ്ടുവന്നു. രാമൻ പറഞ്ഞു, അങ്ങയുടെ ഈ ഉപഹാരങ്ങൾക്ക് ഒരുപാട് നന്ദി. പക്ഷേ അങ്ങ് ഓർക്കണം, ഞാൻ ഒരു തപസ്വിയാണിപ്പോൾ. അതുകൊണ്ട് ഞാൻ അങ്ങയുടെ ഉപഹാരങ്ങളൊക്കെ സ്വീകരിക്കുന്നു. പക്ഷേ അങ്ങ് അതെല്ലാം തിരിച്ചു കൊണ്ടുപോകണം. കുതിരകൾക്ക് മാത്രം നല്ലൊരു ഭക്ഷണം കൊടുത്താൽ മതി. കാരണം ഈ കുതിരകൾ എൻ്റെ പ്രിയപ്പെട്ട കുതിരകളാണ്, എൻ്റെ അച്ഛൻ്റെ പ്രിയപ്പെട്ട കുതിരകളാണ്. അതുകൊണ്ട് അവരുടെ സേവനം ചെയ്യുന്നത് എൻ്റെ സേവനം ചെയ്യുന്നതിന് തുല്യമാണ്, എൻ്റെ അച്ഛൻ്റെ സേവനം ചെയ്യുന്നതിന് തുല്യമാണ്. ഇത് കേട്ടപ്പോൾ ഗുഹന് വലിയ വിഷമായി. പക്ഷെ രാമൻ പറഞ്ഞ പോലെ ചെയ്യാൻ പറഞ്ഞു. കുതിരകൾക്ക് വേണ്ടി ഏറ്റവും ഉത്തമ ഭക്ഷണം കൊടുത്തു. രാമനോടുള്ള
ആ ഒരു മതിപ്പ് വർദ്ധിച്ചു. അതേ സമയത്ത് ദുഃഖവും തോന്നുന്നു. രാമൻ വെള്ളം മാത്രം കുടിച്ചു. എന്നിട്ട് ഇലകൾ കൊണ്ട് നിർമ്മിച്ച ഒരു ശയ്യയിൽ കിടക്കുകയാണ്. ലക്ഷ്മണസ്വാമി രാമൻ്റെ പാദം കഴുകി. എന്നിട്ട് രാത്രി ഉറങ്ങാതെ കാവൽ നിൽക്കുകയാണ്. ലക്ഷ്മണൻ്റെ അടുത്തെത്തി ഗുഹൻ പറയുകയാണ്, ഇത് അടുത്തൊരു സംഭവമായിട്ട് ഇങ്ങനെ, അതായത് ഇത് രാമചരിതമാനസത്തിലാണെന്ന് തോന്നുന്നു. രാത്രി ഭഗവാൻ കിടന്നു. ആര്? ശ്രീരാമസ്വാമി. സീതാദേവിയും കിടന്നു. എന്നിട്ട് ദൂരെ നിന്ന് ഗുഹൻ ഇങ്ങനെ നോക്കിയാണ്. രാമൻ ആപത്തൊന്നുമില്ലല്ലോ. അപ്പം നോക്കിയപ്പോൾ ഭഗവാന്റെ അടുത്ത് എല്ലാ അസ്ത്രവും അമ്പും വില്ലും പിടിച്ചുകൊണ്ട് ഒരു യോദ്ധാവ്. അപ്പം ഗുഹന് തോന്നി, ഇത് ഇനി കൈകി അയച്ച ആരെങ്കിലും ആണോ രാമനെ കൊല്ലാൻ വേണ്ടി? അങ്ങനെ ആരും അറിയാതെ ഗുഹൻ മെല്ലെ അവിടെ അടുത്ത് വരികയാണ്. എന്നിട്ട് ഈ ക്ഷത്രിയനാണെങ്കിൽ ഇങ്ങനെ ചുറ്റും കറങ്ങുകയാണ്. അന്നേരം മരത്തിൻ്റെ ഒരു സൈഡിൽ ലക്ഷ്മണസ്വാമിയാണ്, ഇപ്പുറത്ത് ഗുഹനും. എന്നിട്ട് ഗുഹനെ ദൂരെ നിന്ന് കണ്ടപ്പോൾ ലക്ഷ്മണസ്വാമി മനസ്സിലായി, ആരോ വന്നിരിക്കുന്നു എൻ്റെ രാമനെ കൊല്ലാനായിട്ട്. അങ്ങനെ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും വാച്ച് ചെയ്യണം. അങ്ങനെ ഇരുട്ടത്ത് നേരെ കാണാൻ പറ്റുന്നില്ലായിരുന്നു. എന്നിട്ട് രണ്ടുപേരും എതിരാളിയെ കൊല്ലണമെന്ന് പറഞ്ഞിരിക്കുകയാണ്. അങ്ങനെ ഒന്നും മിണ്ടാതെ ഇങ്ങനെ കറങ്ങി അവസാനം ഏറ്റുമുട്ടാനായിട്ട് വന്ന സമയത്താണ് കാണുന്നത്. അപ്പോഴാണ് മനസ്സിലായി, ഇത് ലക്ഷ്മണനല്ലേ, അന്നേരം ഇത് ഗുഹനല്ലേ എന്ന് പറഞ്ഞു. അപ്പോൾ ഇവിടെ ഗുഹൻ ഒരു ശയ്യ കൊണ്ടുവരികയാണ്. എന്നിട്ട് പറഞ്ഞു, ലക്ഷ്മണ, ഈ കിടക്കയിൽ നീ കിടക്കൂ. രാത്രി ഇങ്ങനെ ഉറങ്ങാതിരിക്കേണ്ട ആവശ്യമില്ല. ഞാൻ സ്വയം കാവലായിട്ട് നിൽക്കാമെന്ന് പറഞ്ഞു. ഈ ഒരു കാട്ടിൽ നിങ്ങളെ ആപത്തിൽപ്പെടുത്തുന്ന ഒരു കാര്യമില്ല. ഞാനും എൻ്റെ സൈനികരും എല്ലാ തരത്തിലുള്ള വലിയൊരു സൈന്യം വന്നാൽ പോലും അവരുമായിട്ട് ഏറ്റുമുട്ടാൻ തയ്യാറായിട്ട് നിൽക്കുകയാണ്. ഗുഹൻ ലക്ഷ്മണൻ്റെ കൈ പിടിച്ചു. എന്നിട്ട് ആ ശയ്യയിലേക്ക് കൊണ്ടുപോയി. പക്ഷേ ലക്ഷ്മണൻ വളരെ എളിമത്തോടു കൂടി അത് നിരസിച്ചു. എന്നിട്ട് പറഞ്ഞു, ഗുഹ, അങ്ങയുടെ ആ ഒരു സംരക്ഷണത്തിൽ നമുക്ക് ഉറച്ച വിശ്വാസമുണ്ട്. പക്ഷേ രാമനും സീതാദേവിയും ഇങ്ങനെ വെറും തറയിൽ കിടക്കുമ്പോൾ എനിക്ക് എങ്ങനെയാണ് ഉറങ്ങാൻ കഴിയുന്നത്? ലക്ഷ്മണൻ ഭഗവാൻ ഇങ്ങനെ മരത്തിൻ്റെ ചുവട്ടിൽ കിടക്കുന്നതായിട്ട് കാണുകയാണ്. അപ്പോൾ ലക്ഷ്മണസ്വാമിയുടെ മനസ്സ് കൂടുതൽ വേദനിക്കുകയാണ്. രാമൻ ദേവന്മാരെ പോലും വെല്ലുവിളിച്ച് ദേവന്മാരുമായിട്ട് യുദ്ധം ചെയ്യാൻ കഴിവുള്ള ആ രാമൻ ഈ ഒരു അവസ്ഥയിലേക്ക് എങ്ങനെ എത്തി? ലക്ഷ്മണൻ വീണ്ടും അയോധ്യയെക്കുറിച്ച് ചിന്തിക്കുകയാണ്. ലക്ഷ്മണൻ്റെ എല്ലാ സ്വസ്ഥതയും നഷ്ടപ്പെട്ടു. അച്ഛനെക്കുറിച്ചും പ്രജകളെക്കുറിച്ചും ഒക്കെ ആലോചിച്ച് ദുഃഖിതനാവുകയാണ്. ലക്ഷ്മണസ്വാമിക്ക് അറിയാമായിരുന്നു, ഇനി എന്തായാലും ദശരഥ മഹാരാജാവ് അധികം കാലം കാണത്തില്ല. അത്രയ്ക്ക് ദുഃഖത്തിലിരിക്കാം. കാരണം ദശരഥ മഹാരാജൻ്റെ പ്രിയപുത്രനാണ് രാമൻ. രാമനെ ഇങ്ങനെ തപസ്സിക്കായിട്ട് പറഞ്ഞയച്ചിട്ട് ദശരഥ മഹാരാജാവ് എങ്ങനെയാണ് സമാധാനത്തോട് കിടക്കാൻ കഴിയുന്നത്? ചിലപ്പോൾ ഇന്ന് രാത്രി തന്നെ കൗസല്യാദേവിയും അച്ഛനും മരിക്കും. ഈ ദുഃഖമെല്ലാം വിചാരിച്ചു രാമനും പോയി, അവരുടെ പ്രിയപ്പെട്ട ചക്രവർത്തിയും പോയി കഴിഞ്ഞാൽ അയോധ്യാവാസികളുടെ അവസ്ഥ എന്തായിരിക്കും? ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചിന്തിച്ച് ലക്ഷ്മണൻ സർപ്പം ചീറ്റുന്ന പോലെ ദീർഘശ്വാസം എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഒട്ടും സഹിക്കാൻ പറ്റുന്നില്ല. ചൂട് കണ്ണീരിങ്ങനെ മുഖത്തുനിന്ന് ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. ഗുഹൻ തോളത്തിങ്ങനെ കൈവച്ചിട്ട് ആശ്വസിപ്പിച്ചു. അങ്ങനെ ആ രാത്രി കഴിയുകയാണ്. ഇനിയുള്ള ഭാഗം നമുക്ക് വൈകുന്നേരത്തെ 7 മണിക്ക് ചർച്ച ചെയ്യാം. ഇന്ന് വന്ന എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. മംഗളം കൗശലേന്ദ്രായ മഹനീയ ഗുണാബ്ദയേ ചക്രവർത്തി തനൂജായ സർവഭൗമായ മംഗളം. വേദാന്തവേദ്യായ
മംഗളം കൗശലേന്ദ്രായ മഹനീയ ഗുണാബ്ധയേ ചക്രവർത്തി തനൂജായ സർവഭൗമായ മംഗളം വേദവേദാന്തവേദ്യായ മേഘശ്യാമലമൂർത്തയേ പുംസാം മോഹനരൂപായ പുണ്യശ്ലോകായ മംഗളം വിശ്വമിത്രാന്തരാംഗായ മിഥിലാനഗരീപദേ ഭാഗ്യാനാം പരിപാകായ ഭവ്യരൂപായ മംഗളം പിതൃഭക്തായ സതതം ഭ്രാതൃഭീ സഹ സീതയാ നന്ദിതാഖിലലോകായ രാമഭദ്രായ മംഗളം त्यक्ता साकेतवासाय चित्रकूटविहारिणे सेव्याय सर्वयमिनां धीरोधाय मङ्गलं सौमित्रिणां च जानक्या चावबाणासिधारिणे संसेव्याय सदा भक्त्या स्वामिने मम मङ्गलम् दण्डकारण्यवासाय करदूषणशत्रवे गृधराजाय भक्ताय मुक्तिदायास्तु मङ्गलं सादरं शबरीदत्तफलमूलाभिलाषिणे सौलभ्यपरिपूर्णाय सत्त्वोद्रिक्ताय मङ्गलं हनुमत्समवेताय हरीशाभीष्टदायिने बालिप्रमथनायास्तु महाधीराय मङ्गलं श्रीमदे रघुवीराय सेतुलङ्घितसिन्धवे जितराक्षसराजाय रणधीराय मङ्गलम् विभीषणकृते प्रीत्या लङ्काभीष्टप्रदायिने सर्वलोकशरण्याय श्रीराघवाय मङ्गलम् असाध्यनगरीं दिव्याभिषिक्तया सीतया राजाधिराजाय रामभद्राय मङ्गलम् ब्रह्मादिदेवसेव्याय ब्रह्मण्याय महात्मने जानकी प्राणनाथाय रघुनाथाय मङ्गलं श्रीसौम्यजाममृतमुने कृपयास्मन पीयूषे महते मम नाथाय रघुनाथाय मङ्गलं मङ्गलाशासनपरेर्मदाचार्यपुरोगमे सर्वेश्वरपूर्वराचार्यै सत्कृतायास्तु मङ्गलं रम्यजामामृतमुनिना मङ्गलाशासनं कृतं त्रैलोक्याधिपति ശ്രീമാൻ കരോതു മംഗളം സദാ. ഹരേ കൃഷ്ണ. കൂടുതൽ എടുക്കണമെന്നുണ്ടായിരുന്നു, പക്ഷെ എന്തോ ഒരു അസ്വസ്ഥത പോലെ തോന്നുന്നു. ചിലപ്പം വിഷമുള്ള ഭാഗം ചർച്ച ചെയ്തുകൊണ്ടായിരിക്കും. എന്തായാലും നമുക്ക് വൈകുന്നേരത്തെ 7 മണിക്ക് വീണ്ടും ചർച്ച ചെയ്യാം. ശ്രീരാമചന്ദ്ര ഭഗവാൻ കി ജയ, സീതാമയ്യ കി ജയ, लक्ष्मण भरत शत्रुघ्न स्वामी की जय, हनुमत स्वामी की जय.